എല്ലാവർക്കും നമസ്കാരം. ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മകേരിയ നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. മകേരിയ നക്ഷത്രത്തെക്കുറിച്ച് സാമാന്യമായ ഫലവും അതിനുശേഷം സൂക്ഷ്മമായി പാദം തിരിച്ച് 4 പാദങ്ങളിലുള്ള ഫലവുമാണ് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം, ജനിച്ച സ്ഥലം അത് രേഖപ്പെടുത്തിയ ശേഷം നമ്മൾ അവരുടെ നക്ഷത്രവും പാദവും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് അവരെ അറിയിക്കുന്നതാണ്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ രോഹിണി നക്ഷത്രത്തിൻ്റെ വീഡിയോയിൽ അനവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കമൻറ്റുകളിൽ അവരെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും അറിയിച്ച സമയത്ത് ചില ആളുകളുടെ ഒക്കെ തന്നെ രോഹിണി എന്നുള്ള നക്ഷത്രം മകേരിയുമായിട്ടും കാർത്തികയായിട്ടും ഒക്കെ മാറിയതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നക്ഷത്രം അവർ സൂക്ഷ്മമായിട്ട് അവരുടെ നാഴിക വിനാഴികയൊന്നും വെച്ചിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ ജാതകങ്ങൾ എഴുതിയതിൽ തെറ്റ് വരുന്നതും, അതുപോലെ ചില സ്ഥലത്ത് അവർ കലണ്ടർ ഇതൊക്കെ നോക്കിയിട്ടാണ് നക്ഷത്രം കണ്ടെത്തുന്നത്. അപ്പോൾ അതിൽ വന്ന ചെറിയ തെറ്റുകളൊക്കെ ആവാം ഇത്തരത്തിൽ പ്രയാസം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവർക്കും കൃത്യമായിട്ട് അവരവരുടെ നക്ഷത്രവും ഏത് പാദത്തിലാണ് ജനിച്ചതെന്നും കൃത്യമായിട്ട് നമ്മളിതിന് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ സമയത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സമയമെടുത്താലും അത് കൃത്യമായിട്ട് ചെയ്തു വരും. ഇതുവരെ എൻ്റെ ചാനലിൽ വന്ന എല്ലാ കമൻറ്റുകൾക്കും കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും വളരെയധികം നന്ദി എല്ലാവരോടും അറിയിക്കുകയാണ്. കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആധ്യാത്മികമായ മേഖലയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറ്റുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ ഇനി തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ട് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. ഇതിൽ എൻ്റെ പേഴ്സണൽ നമ്പറും കൊടുക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് വാട്സപ്പായിട്ടും അയക്കാം. സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ മറുപടികളും കൃത്യമായ ഫലപ്രവചനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും തുടർന്നുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഏവരുടെയും പൂർണ്ണമായ പിന്തുണ കൂടെ ഉണ്ടാവുന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് മകേരം നക്ഷത്രത്തിൻ്റെ ഫലത്തിലേക്ക് പ്രവേശിക്കാം. ആകാശത്ത് 3 നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു മാനിൻ്റെ മുഖം പോലെ കാണപ്പെടുന്ന മകേരം നക്ഷത്രം ആദ്യത്തെ 1-2 പാദം ഇടവക്കൂറിലും 3-4 പാദം മിഥുനക്കൂറിലുമാണ് നിൽക്കുന്നത്. ഇടവക്കൂറിലുള്ള പാദത്തിന് ഇടവ രാശ്യാധിപനായ ശുക്രൻ്റെയും, അതുപോലെ മിഥുനക്കൂറിലുള്ള പാദത്തിന് മിഥുനം രാശ്യാധിപനായ ബുധൻ്റെയും സമ്മിശ്രമായ ഫലങ്ങൾ ഈ നക്ഷത്രത്തിന് കണ്ടുവരാറുണ്ട്. പൊതുവെ ഈ നക്ഷത്രക്കാർ വളരെ കാണാൻ നല്ല ശരീര സൗന്ദര്യവും നല്ല വാചാലതയും, പ്രത്യേകിച്ച് നല്ല ശുദ്ധി, വൃത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിപാലിക്കുന്നവർ, അവനവൻ്റെ കാര്യങ്ങളിൽ കൃത്യമായി ശ്രദ്ധ ചെലുത്തി ധനപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഉത്സാഹത്തോടെ പ്രവൃത്തികൾ ചെയ്യുന്നവരും, നല്ല വിദ്യാസമ്പന്നരും അറിവുണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകളുമായിട്ടാണ് കാണാറ്. പക്ഷേ ഇവർക്ക് പലപ്പോഴും പല തടസ്സങ്ങൾ നേരിട്ട് വരാറുണ്ട്. പലപ്പോഴും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ 2 തരത്തിലുള്ള പഠനത്തിലേക്ക് പോയി കാണാറുണ്ട്. അതായത് ഒരു കോഴ്സ് എടുത്തുകൊണ്ടിരിക്കവേ ആ കോഴ്സ് പകുതി വെച്ച് നിർത്തേണ്ട അവസ്ഥകൾ വരാം. കുട്ടികളായിരിക്കുന്ന സമയങ്ങളിൽ ഇവർക്ക് കൂടുതൽ പരുക്കുകൾ സംഭവിച്ചു കാണുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പരുക്കുകൾ, ഏതാണ്ട് ബാലാരിഷ്ടം എന്നൊക്കെ, അതായത് നമ്മളെ കുട്ടിക്കാലത്തുള്ള അരിഷ്ടതകൾ വല്ലാതെ കണ്ട് ഉണ്ടാവുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ. പിന്നീട് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ആളുകളുമായിട്ട് വളരെ പെട്ടെന്ന് അടുക്കാൻ തയ്യാറാവും. അടുക്കുകയും അതേപോലെ തന്നെ എല്ലാവരുടെയും ഹൃദയത്തെ തൊട്ടറിയാനുള്ള ഒരു പ്രത്യേക കഴിവ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാനും
അതിൽ അവരോടുകൂടി ഇഴകിച്ചേർന്ന് ഇടപെടാനുള്ള ഒരു അതീവ താല്പര്യവും അത്തരത്തിലുള്ള ഒരു പ്രാവീണ്യവും ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവര് സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും ഇവരോട് അവരെ ജീവിതത്തിലുള്ള വലിയ വലിയ രഹസ്യങ്ങളൊക്കെ പലപ്പോഴും പങ്കുവെച്ച് കാണാറുണ്ട്. അപ്പം എപ്പോഴും എല്ലാവരുടെയും രഹസ്യങ്ങളൊക്കെ ഇവരറിയുമെങ്കിലും ഇവരുടെ ഉള്ളിലുണ്ടാവുന്ന പല രഹസ്യങ്ങളും ഇവര് പുറത്ത് പറയാറില്ല. നർമ്മത്തിൽ കലർന്ന സംഭാഷണത്തിന് താല്പര്യമുള്ളവര്, അതായത് കൂടെ നിൽക്കുന്ന ആളുകളെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇവരിലുള്ളിലുള്ള ദുഃഖങ്ങൾ, അല്ലെ ഇവരെ ഉള്ളിലുള്ള ആന്തരികമായുള്ള പല കാര്യങ്ങളെയും ഇവർ പലപ്പോഴും ഷെയർ ചെയ്യൽ പതിവ് കുറവാണ്. അപ്പോൾ അത്തരത്തിൽ വിഭിന്നമായ ഒരു പ്രകൃതിയുള്ള ആളുകളാണ് ഇവർ. പൊതുവെ ഇവർക്ക് ആരോഗ്യപരമായിട്ട് അലർജി സംബന്ധമായ അല്ലെങ്കിൽ കഫസംബന്ധമായ അസുഖങ്ങൾ അടിക്കടി വന്നു കാണാറുള്ള ആളുകളാണ്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവർ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഉത്സാഹത്തോടെ ഇറങ്ങും. പക്ഷേ ആ കാര്യം പരിപൂർണതയിൽ എത്തിക്കുമ്പോൾ കുറേ താമസം വരും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീടിൻ്റെ പണി ആയിക്കോട്ടെ, അല്ലെ ഇതൊരു ഗൃഹനിർമ്മാണം, വീടിൻ്റെ പണിയിലേക്കൊക്കെ ഇവർ കടന്നു കഴിഞ്ഞാൽ അത്യുത്സാഹത്തോടെയാണ് കിടക്കുക. പിന്നെ കുറേ കാലയളവ് അത് താമസമായിട്ട് അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന അവസ്ഥ. അതേപോലെ ബിസിനസ് മേഖലകളിലേക്ക് വളരെ പൈസ മുടക്കിയിട്ട് വളരെ ഉത്സാഹത്തോടെ അതിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചു കാലം അതിലേക്കുള്ള ചിന്തയൊക്കെ കുറഞ്ഞ് ഒരു ഇടക്കാലത്തുണ്ടാവുന്ന ആ ഒരു ഗ്യാപ്പ് ഇവരിൽ എപ്പോഴും കാണാറുണ്ട്. അപ്പം അതിന് ശേഷം പിന്നീട് അവർ വീണ്ടും അത് ഒരു ഊർജ്ജസ്വലമായിട്ട് എടുത്ത് പൂർത്തീകരിക്കുകയാണ് പതിവ്. കൃത്യമായിട്ടുള്ള ഒരു യാത്ര ഇവരിൽ പലപ്പോഴും കാണാറില്ല. പിന്നെ ഇവർ പലപ്പോഴും അതായത് യാത്രകൾ അല്ലെ വിനോദങ്ങൾ അത് കൂടുതലായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ്. ഇവർ കണ്ടിന്യൂസ് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളേ അല്ല. അതുകൊണ്ട് കുറച്ച് കാലങ്ങൾ ഇവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവർ മറ്റൊരു യാത്രയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു വേറെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വളരെ താല്പര്യം കാണിക്കുന്ന നക്ഷത്രക്കാരാണ്. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ പലപ്പോഴും ധനം നിൽക്കുന്ന പതിവ് കുറവാണ്. കാരണം ഇവരുടെ കയ്യിൽ അനവധി ധനം വരും, വരുന്ന ധനം അതേപോലെ പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഇവരുടെ കൈകൾ എപ്പോഴും ശൂന്യമായ അവസ്ഥയാണ് ഉണ്ടാവുക. ശൂന്യമായ അവസ്ഥ ആയിരുന്നാലും ഇവർ ഒരു കാര്യങ്ങളും മുട്ടാതെ നടക്കും. അതായത് ഇപ്പം നാളെ നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിനൊരു പണം വേണമെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ ആവശ്യം നാളെ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് കൃത്യമായിട്ട് നടക്കും. അപ്പോൾ അത് ഇവരുടെ മുട്ടിപ്പോകുന്ന ഒരവസ്ഥ ഇവർക്ക് പതിവ് കുറവാണ്. പക്ഷേ ഇവരുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് നിൽക്കുന്ന പതിവ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഉണ്ടാക്കുന്ന പണം മുഴുവൻ പെട്ടെന്ന് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് പോയി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അത് ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ധനം ഉണ്ടാക്കിയാലും അത് സ്വരൂപിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനം വളരെ കുറഞ്ഞിട്ടാണ് കാണാറ്. പിന്നെ ഇവരുടെ മറ്റൊരു വിഭിന്നമായൊരു പ്രത്യേകതയാണ്, ഇവർ ആരുടെ കൂടെ നിന്നാലും അവർക്ക് നല്ല ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ഇവർ എവിടെയെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ മറ്റ് ഓഫീസ് അങ്ങനെ ഏത് സാഹചര്യത്തിലെത്തിയാലും അവിടുത്തെ ഭംഗി കൂട്ടാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയകൾ അത് ഇവരിലുണ്ടായിരിക്കും. കാരണം ഇവരെ പ്രത്യേകിച്ച് പൂന്തോട്ടമായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ വർക്കുകളായിക്കോട്ടെ, അതിലൊക്കെ ഇവർക്ക് ഇവരുടേതായ കലാപരമായ നല്ല ഒരു ഐഡിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാർഗങ്ങൾ ഇവർ പെട്ടെന്ന് നിർദ്ദേശിക്കും. കാരണം അത് ശരിക്കും അവിടത്തേക്ക് ആപ്റ്റ് ആയിരിക്കുകയും ചെയ്യും. കാരണം കൃത്യമായിട്ടുള്ള ഒരു ഉള്ളിലുള്ള അത്തരത്തിലുള്ള ജ്ഞാനം ഇവർക്ക് എപ്പോഴും കാണാറുണ്ട്. കലാപരമായിട്ടും ഇവർ നല്ല കഴിവ് തെളിയിക്കുന്ന ആളാണ്. കലയിലും കായികത്തിലും ആ മേഖലകളിൽ പലപ്പോഴും ഇവരെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇവർക്ക് അടിക്കടി ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത് ഇവരുടെ ചെറുപ്പകാലമാണ്. ആ ചെറുപ്പകാലത്ത് വീഴ്ചകളും ശരീരത്തിൻ്റെ അരയുടെ മേളിലേക്കായിട്ട് പലപ്പോഴും പരുക്ക്, അതായത് നമ്മളെ തലയ്ക്ക് അല്ലെങ്കിൽ കൈക്ക് അങ്ങനെയൊക്കെയുള്ള അവയവങ്ങൾക്ക് പലപ്പോഴും പരുക്കുകൾ ഒക്കെ കുട്ടിക്കാലത്ത് കണ്ടുവരാറുണ്ട്. പിന്നെ ഈ നക്ഷത്രക്കാർ പൊതുവെ സൗമ്യശീലരും ശാന്തശീലരുമാണ്.
പക്ഷെ ഇവരോട് മറ്റൊരാൾ പ്രയാസങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പക ഇവരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാറുന്നൊരു പതിവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആനയുടെ പക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവരുടെ ഉള്ളിൽ ഒരാളോടൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആളുമായിട്ട് ഇവർ ഒരു തരത്തിലും അടുക്കാൻ തയ്യാറാവില്ല. അഥവാ എങ്ങനെയെങ്കിലും അടുത്താലും പൂർണ്ണമായിട്ടും ഇവരെ ഉള്ളുന്ന ആ ഒരു കറ മാഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഇവർ പലപ്പോഴും ഇവരോട് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്താൽ അത് ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവ് ഇവർക്കുണ്ട്. പക്ഷെ അവർ പുറത്തേക്ക് നല്ലൊരു ഭാവത്തിൽ ഇരുന്നാലും അവരുടെ മനസ്സിന്റെ ഉൾത്തലങ്ങളിൽ അത് വല്ലാതെ കണ്ട് അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു അവസ്ഥ ഈ നക്ഷത്രക്കാർ മാറ്റിയെടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളെ നൽകും. ഇത്തരത്തിൽ സാമാന്യമായിട്ടുള്ള ഒരു ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ മകീര നക്ഷത്രത്തിൻ്റെ സൂക്ഷ്മമായ 4 പാദങ്ങൾ തിരിച്ചുള്ള ഫലത്തിലേക്ക് കടക്കാം. മകീര നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിലുള്ള ആളുകൾ അവർ പൊതുവെ നല്ല സൗന്ദര്യശീലരായിരിക്കും. ഇടവൻ രാശിയുടെ അധിപതിയായ ശുക്രൻ അതുപോലെ മറ്റ് വസ്തുക്കളോട്, അതായത് അലങ്കാര വസ്തുക്കളോട് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളോട്, ഇത്തരത്തിലുള്ള വസ്തുക്കളോട് അതീവ താല്പര്യവും ഇവരിൽ കണ്ടുവരാറുണ്ട്. ഇവരുടെ കുട്ടിക്കാലത്ത് വളരെ അപകടങ്ങൾ നിറഞ്ഞ ഒരു കാലമായിട്ടാണ് കാണാറ്. പക്ഷേ പിന്നീട് ഇവര് വളർന്നു കഴിഞ്ഞാൽ ക്ഷിപ്രകോപികളായിരിക്കും. പലപ്പോഴും പെട്ടെന്ന് തന്നെ ഇവർക്ക് ദേഷ്യം വരും. നിസാര കാര്യങ്ങളിൽ ഇവർ കോപിഷ്ഠരാകും. ഇപ്പോൾ ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടുകളിലായിക്കോട്ടെ, ഇവർ കൃത്യമായിട്ട് വെച്ചൊരു ഒരു സ്ഥാനം തെറ്റിയാൽ അങ്ങനെയൊക്കെയുള്ള നിസാര വിഷയങ്ങളിൽ വളരെ അഗ്രസീവായിട്ട് ഇവർ പെരുമാറും. അതുകൊണ്ട് ഇവരോട് പലപ്പോഴും ആളുകൾ അടുത്തു വന്നാലും ഒരു ഭയത്തോടു കൂടിയാണ് അടുക്കാറ്. കാരണം ഇവരെപ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ സ്വഭാവ ശൈലി മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവര് വളരെ പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കുകയും അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എടുത്തുചാട്ടങ്ങൾ കൊണ്ട് ചില വലിയ നഷ്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാറുണ്ട്. ഇവര് വേഗം സൗഹൃദങ്ങളിൽ പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവരുടെ പാർട്ട്ണർഷിപ്പുകൾ അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകളിലൊക്കെ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് വേഗം തന്നെ തയ്യാറാവും. ആ മേഖലകളിൽ ഇവർക്ക് കൃത്യമായൊരു പഠനമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങൾ ഇവർക്ക് സിദ്ധിക്കും. ആ നഷ്ടങ്ങൾ കൊണ്ട് ഇവരുടെ പാർട്ട്ണർ ആ സമയം തന്നെ ഇവരിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് കാണാറ്. പിന്നെ ഇവരുടെ കയ്യിൽ ധനം നിലനിൽക്കുന്ന പതിവ് കുറവാണ്. എന്തെങ്കിലും കുറച്ചധികം ധനം വന്നാൽ അപ്പോഴത്തേക്ക് തന്നെ ഇവർ മറ്റൊരു ഐഡിയ കണ്ടെത്തിയിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാതെ അതിൽ കൊണ്ടുപോയിട്ട് ആ ധനം അവരെ നിക്ഷേപിച്ചിട്ടൊക്കെ, അങ്ങനെ പലപ്പോഴും ഇവരുടെ ഒരു ജീവിതഗതി എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ടല്ല കാണാറ്. പലപ്പോഴും പ്രശ്നങ്ങൾ, ഇങ്ങനെ അടിക്കടി പ്രശ്നങ്ങളുണ്ടാവും. കുടുംബജീവിതത്തിലും മറ്റും പലപ്പോഴും കലഹങ്ങളാണ് ഈ 1-ാം പാദക്കാർക്ക് പതിവായിട്ട് കാണാറ്. അപ്പം ഈ പാദക്കാരിൽ ഏറ്റവും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകതയാണ് ഇവരുടെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇവരുടെ ഒരു സംസാര ശൈലി. ഇവർ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആരോട് എന്താണോ പറയാൻ തോന്നുന്നത് അവരിവർ ഓപ്പണായിട്ട് പറയും. ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടാവാം, പക്ഷേ അത് മറ്റുള്ളവരുടെ ഉള്ളിൽ വേദനിക്കോ ഇല്ലയോ എന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ വാക്കുകളുടെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ അത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ, അത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഈ നക്ഷത്രത്തിലെ 1-ാം പാദത്തിലുള്ള ആളുകൾക്ക് പൊതുവേ നല്ല രീതിയിൽ മുന്നോട്ട് പോകൽ സാധ്യമാവുന്നതാണ്. ഇനി മകേരം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തെ കുറിച്ച് പറയാം. ഒരു വ്യക്തിത്വമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ സംസാര ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇവർ സത്യവാക്കുകളായിരിക്കും. സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുക. പരഹൃദയം, അന്യൻ്റെ, അതായത് മറ്റൊരാളുടെ ഹൃദയത്തെ തൊട്ടറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവരിലുണ്ടാവും. എന്തുകൊണ്ടും ആളുകളെ അല്ലെങ്കിൽ ഇവരെ സുഹൃത്തുക്കളെയൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് എത്ര തിരക്കുണ്ടായാലും ആ തിരക്കുകൾ മാറ്റിവെച്ച് ഇവരുടെ ആ സൗഹൃദമൊക്കെ ഇവർ
വീണ്ടും നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ആർക്ക് എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും ഇവരോട് പറയുമ്പോൾ അത് കേൾക്കാൻ രണ്ടാം പാദക്കാർ തയ്യാറാവും. അതുകൊണ്ട് തന്നെ ഇവരോട് എപ്പോഴും ഏത് സുഹൃത്തുക്കൾക്കും പ്രത്യേക അടുപ്പം ഇവരിലുണ്ടായിരിക്കും. എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഒരാളുടെ സങ്കടം കേട്ടിട്ട് അതിൽ അവരുടെ കൂടെ നിൽക്കും. പക്ഷെ ഇവരുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് വിവാദ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ഇവർ കേൾക്കാൻ തയ്യാറായാലും കൂടെ നിൽക്കുക പതിവ് കുറവായിരിക്കും. അവസാന ഘട്ടത്തുമ്പോൾ ഇവർ കൃത്യമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കും. കാരണം എപ്പോഴും വിവാദ വിഷയങ്ങളെ ഒക്കെ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവും. പക്ഷേ സൗഹൃദം കാരണം അവരെ സഹായിക്കേണ്ട അവസ്ഥ വന്നാലും കൃത്യമായിട്ട് ഒരു സാഹചര്യം ഇവർ കണക്കാക്കിയിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ വരുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് അതിൽ നിന്ന് ഇവർ മെല്ലെ മാറി നിൽക്കുന്ന ഒരു പതിവ് ഇവരിൽ കാണാറുണ്ട്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവം മാത്രമാണ് ഇവർ ചെയ്യുക. വിദ്യാസമ്പന്നതയും ഇവർക്ക് നന്നായിട്ട് കൂടും. ശാസ്ത്രങ്ങളിലുള്ള അവബോധം, അതായത് എന്തെങ്കിലും ഒരു വിദ്യ അല്ലെങ്കിൽ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഏത് സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് ഏത് മേഖലകളും ഇവർ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാവും. ആ പഠിച്ച മേഖലയിൽ ഒരു തുടർച്ച ഇവർ നിലനിർത്തും. അങ്ങനെ ജീവിതത്തിൽ രണ്ടാം പാദക്കാർ നല്ല വിജയങ്ങളിലേക്കാണ് എത്തുക. ഇവർക്ക് വരുന്ന ചെറിയ പരാജയങ്ങൾ എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ് പൊതുവേ ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ആത്മധൈര്യം, അതായത് ഉള്ളിലൊരു പുറത്തേക്ക് നല്ല ധൈര്യശാലികളായി കണ്ടാലും ഇവർ ഉൾഭയം കൂടുതലായിരിക്കും. അതായത് നല്ല ചിന്താ ശേഷിയുള്ള ഇവർ പലപ്പോഴും കാര്യങ്ങളെ വല്ലാതെ കണ്ട് ചിന്തിക്കും. അതായത് ഇപ്പോൾ ചെറിയൊരു വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ വിഷയം പരമാവധി എങ്ങനെയാവും, ആ വിഷയം കൊണ്ട് തനിക്ക് എന്തൊക്കെ അപകടം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്ന് പലപ്പോഴും ഇവർക്ക് എന്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉൾഭയം ഇവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ടെൻഷൻ കൂടുതലായിരിക്കും. ഇവർ പുറത്തേക്ക് മറ്റുള്ളവരുടെ ടെൻഷൻ മാറ്റുമെങ്കിലും ഇവരുടെ ഉള്ളിൽ അതീവമായ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ മാത്രമല്ല, ഇവരുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ ഇവർ പുറത്തു പറയുന്ന ഒരു പതിവും കുറവാണ്. അപ്പോൾ അതും ഇവരുടെ ഉള്ളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഇവർ കൃത്യമായിട്ട് നല്ല ഒരു ആത്മീയമായിട്ടൊക്കെ ഉയർച്ച നേടുന്ന പാദക്കാരാണ്. അങ്ങനെ ഇവരുടെ പല പ്രയാസങ്ങൾ ഇവർ ഈശ്വരീയമാക്കിയൊക്കെ തീർത്ത് ഇവരുടെ അതിൽ നിന്നൊക്കെ ഇവർ മുക്തി പ്രാപിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന ഒരു പാദക്കാരാണ് രണ്ടാം പാദക്കാർ. ഇനി മകീരൻ നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തെക്കുറിച്ച് പറയാം. നല്ല പ്രവൃത്തികളിലാണ് പലപ്പോഴും ഇവർ ഇടപെടാറ്. ഇവരുടെ സൗഹൃദം നന്നാക്കുക എന്നുള്ളതാണ് ഇവരാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവരിടപെടുന്ന നല്ല പ്രവൃത്തികൾ, അതുപോലെ തന്നെ ഇവർക്ക് നല്ല അതീവമായ ഒരു ബുദ്ധി സാമർഥ്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സാമ്പത്തികമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിപരമായിട്ടുള്ള നല്ല ഒരു മാർഗങ്ങൾ ഇവരെ ആശ്രയിക്കുന്നവർക്ക് നിർദ്ദേശിച്ചു നൽകും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ ട്രേഡിങ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇവർ ചെയ്തു വരാറുണ്ട്. പിന്നെ ഈ നക്ഷത്രത്തിന് ഈ പാദത്തിന് മറ്റൊരു അപൂർവമായൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഒരു വാക്ചാതുര്യമാണ്. നെഗറ്റീവായ സംഗതികളെ പോലെ ഇവർ പറഞ്ഞ് പോസിറ്റീവാക്കി മാറ്റാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. ഇവരെ സംസാരിച്ച് ജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരിക്കും. വളരെ വളരെ നാവിന് ബലമുള്ള അല്ലെങ്കിൽ നാവ് കൊണ്ട് മറ്റുള്ളവരെ ജയിക്കാനുള്ള പ്രാപ്തിയുള്ള ആളുകളാണ് ഈ നക്ഷത്രക്കാർ. ഇവർ പൊതുവെ രാഷ്ട്രീയ രംഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ LLB അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അധ്യാപനം അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പലപ്പോഴും ശോഭിച്ചു വരുന്ന ആളുകൾ കൂടിയാണ്. കാരണം ഇവരെ സംസാരിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് ഇവരെ ജയിക്കുക എന്ന് പറയുന്നത് വളരെ ദുർലഭം തന്നെയാണ്. കാരണം ഇവരത് വളരെ സൂക്ഷ്മമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ട് അപ്പോൾ അതിന് നമ്മൾ ആരും ചിന്തിക്കാത്ത വ്യത്യസ്തമായ പോയിന്റുകൾ പറഞ്ഞിട്ട് അവരോട് വാഗ്വാദത്തിന് വരുന്നവരെ ഉത്തരം മുട്ടിക്കുന്ന ഒരു പതിവ് ഇവർക്കുണ്ടോ. അതുകൊണ്ട് തന്നെ ഇവർ വേദികളിലും അല്ലെങ്കിൽ മറ്റ് സഭകളിലൊക്കെ വളരെ ശോഭിച്ച് കാണും.
കാരണം ഇവര് എവിടെ പോയാലും ഇവരുടേതായ ഒരു വ്യക്തിത്വം ഇവരവിടെ കാണിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശൈലി പൊതുവേ ഈ പാതക്കാർക്കുണ്ട്. പക്ഷേ ഈ പാതക്കാരുടെ സൗഹൃദാദി വിഷയങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ പറ്റിയാൽ ഇവര് വളരെ നാശത്തിലെത്തുകയും ഇവരെ ധനപരമായിട്ടൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ സിദ്ധിക്കുകയും പിന്നെ ഒരുപാട് കടങ്ങൾ കയറി വരുന്ന അവസ്ഥകളൊക്കെ ഇവരുടെ അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ ഇവർക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഈ പാതക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ കൂടെ ചേർക്കുന്ന ആളുകളെ, വളരെ നല്ല ആളുകളെ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളെ മറ്റ് ദുശീലങ്ങളോ അല്ലെങ്കിൽ ലഹരികളോ അങ്ങനെയൊന്നും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ വളരെ ഒരു നല്ല വ്യക്തിത്വമുള്ള ആളുകളെ മാത്രം സൗഹൃദത്തിലേക്ക് കൂടുതലായിട്ട് എടുക്കുക. അത്തരത്തിലെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം വളരെയേറെ വിജയകരമായിട്ടാണ് കാണുക. അല്ലെങ്കിൽ വളരെ വലിയ പരാജയങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ആ പരാജയങ്ങൾ കൊണ്ട് അതീവ കാലം ഇവർ ദുഃഖിക്കുകയൊക്കെ ചെയ്യും. ഇവരുടെ സൗഹൃദ നിമിത്തം ഇവരുടെ കുടുംബജീവിതങ്ങളിലും പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ വന്ന് കാണാറുണ്ട്. അതുകൊണ്ട് സൗഹൃദങ്ങളും അവരുടെ ആയിട്ട് ഇടപെടുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ആ പോസിറ്റീവായ തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നതാണ് മൂന്നാം പാദക്കാർക്ക് ഏറ്റവും അനുയോജ്യം. ഇനി മകീരം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തെക്കുറിച്ച് പറയാം. 4-ാം പാദത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും കുറച്ച് അതിയായ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്ന ആളുകളാണ്. പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ധനം സിദ്ധിക്കുക, അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബിസിനസ് വിജയിപ്പിക്കാം, അത്തരത്തിലുള്ള ചിന്തകൾ, അതായത് കുടിലമായ പല ചിന്തകളും ഇവരുള്ളിലേക്ക് കടന്നു പോകും. എന്ത് കണ്ടാലും അതിൽ ഒരു ധനത്തിനെ പറ്റി അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റി അതിനെപ്പറ്റിയൊക്കെ ഇവർ ഏത് നിസാര കാര്യങ്ങളിലും ഇവർ ചിന്തിക്കും. വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇവരുടെ ഓരോരോ നീക്കങ്ങൾ വരിക. ഇവരുടെ ചിന്താശേഷി മറ്റ് എല്ലാവരെക്കാളും ഉയർന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിക്കൽ എളുപ്പമല്ല. പക്ഷെ ഇവർ ഈ അതിബുദ്ധി കാരണം പലപ്പോഴും വലിയ നഷ്ടങ്ങളിലും നാശങ്ങളിലും ചെന്നുപെടാറുണ്ട്. ഇവർക്ക് രാഷ്ട്രീയ മേഖലയിൽ നല്ല ശോഭ കാണാറുണ്ട്. കാരണം പലപ്പോഴും ഇവരുടെ ഉള്ളിൽ കൃത്യമായൊരു രാഷ്ട്രീയ ബോധം ഇവർ സൂക്ഷിക്കാറുണ്ട്. ഇവർ കൃത്യമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഇടപെടാറും അതേപോലെ ഇവരിൽ പലപ്പോഴും നേതാക്കളായിട്ടൊക്കെ വരുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇവർ നേതാക്കളായിട്ട് വരികയാണെങ്കിൽ മറ്റാളുകൾക്ക് അവിടെ നിലനിൽപ്പ് സാധ്യമാവില്ല. കാരണം പലപ്പോഴും ഇവരുടെ മേളിലേക്ക് ആരെയും നേതൃസ്ഥാനങ്ങളിൽ ഒന്നും കടക്കുക, ഇവരെ മറികടന്നു പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒന്നാണ്. ഇവരെവിടെ അത്തരത്തിലുള്ള ഒരു സഭയിലെത്തിക്കഴിഞ്ഞാലും ആ സഭയുടെ ഒരു ആധിപത്യം ഇവർ പിടിച്ചെടുക്കും. അപ്പോൾ അത് വാക്കുകളിലൂടെ പിടിച്ചെടുക്കും, അല്ലാതെ കണ്ട് അതിന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇവരുടെ ഓരോരോ നീക്കങ്ങളും ഉണ്ടാവും. ആ നീക്കങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവരെ അതിനെ മറികടന്ന് ഇവരെ മേളിലെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. പലപ്പോഴും ഉയർന്ന രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഉയർന്ന അത്തരത്തിൽ സ്ഥാനത്തിലിരിക്കുന്നവർ പലപ്പോഴും മകേര്യം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിലുള്ളവരായിട്ടാണ് കാണാറ്. അവരുടെ ഈ ഒരു ഭരണ നൈപുണ്യം അല്ലെങ്കിൽ അത്തരത്തിൽ പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അതൊരു വേറിട്ട ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ അവർ ഏത് മേഖലയിൽ വന്നാലും അവസാനം അവർ ഇത്തരത്തിൽ രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് ജോലികളായിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഉയർന്ന ബിസിനസ്സുകളിൽ അങ്ങനെ അതിവിശാലമായൊരു സർക്കിൾ ഇവർക്കുണ്ടാവും. ഒരു സൗഹൃദത്തിൻ്റെ ഇവരുടെ സൗഹൃദത്തിൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഒരു ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഇവർക്ക് അനായാസം ഇവരുടെ ഒരു ബന്ധങ്ങൾ കൊണ്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കും. അത് ഇവർ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഓരോരോ കാര്യങ്ങളിൽ ആരെ എവിടെ നിർത്തണം, അല്ലെങ്കിൽ ആരെ കൂടുതൽ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ ആരെ ഒഴിവാക്കണം, അതൊക്കെ ഇവർ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവും. ഇവർ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിന് കൃത്യമായിട്ട് അവരെടുത്തുനിന്ന് പ്രത്യുപകാരം ഈടാക്കുകയും ചെയ്യും. പക്ഷെ ഇവർക്ക് പലപ്പോഴും ഉണ്ടാവുക ഇവർ വളരെ ഉയരത്തിലെത്തേണ്ട ഒരവസരത്തിൽ ആ സമയത്താണ് അപ്രതീക്ഷിതമായ വീഴ്ചകൾ ഇവർക്ക് ഉണ്ടാവുക. അത് പലപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരെ വീഴ്ത്തുക. ആ ഒരു വീഴ്ച ഇവരെ കർമ്മമേഖലയിലും വല്ലാണ്ട് കാണാറുണ്ട്.
കർമ്മസ്ഥാനത്ത് ഇവരൊരു ഉയർന്ന പോസ്റ്റിലേക്ക് പോകേണ്ട സമയത്ത് അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉയർച്ചയിലേക്ക് എത്തേണ്ട സമയത്താണ് ഇവർക്കത് നഷ്ടം വരിക. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർ ഏതാണ്ടൊരു 6 സെമസ്റ്ററുള്ള ഒരു പരീക്ഷയാണെങ്കിൽ ഇവരുടെ ആദ്യത്തെ 4 സെമസ്റ്ററൊക്കെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്ത് അവസാനത്തെ 2 സെമസ്റ്റർ ആ ടൈമുകളിലൊക്കെ ഇവർക്ക് വീഴ്ചകൾ, പ്രശ്നങ്ങൾ, അല്ല അവരുടെ ആ പഠനം കൃത്യമായി നടക്കാത്ത അവസ്ഥ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് അത്തരത്തിലുള്ള പരാജയം അതായത് അവർക്ക് കിട്ടേണ്ട സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടാതിരിക്കുക. പിന്നീട് അവർക്കത് കിട്ടും, പക്ഷെ അത് കുറച്ച് താമസത്തോടെയാണ് കിട്ടുക. ഈ നക്ഷത്രക്കാരുടെ 4-ാം പാദത്തിലുള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഈശ്വര വിചാരം ചെയ്യുക. ഇവർ പലപ്പോഴും ഈശ്വര വിചാരം ചെയ്യാറുണ്ടെങ്കിലും അതിലൊന്നൊരു കൃത്യത പുലർത്തില്ല. അതായത് കുറഞ്ഞ സമയം എന്തെങ്കിലും ചെയ്യുക, പിന്നെ അത് സ്റ്റോപ്പായി പോവുക. അതുപോലെ എല്ലാ പ്രവൃത്തികളിലും അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ അത് ഇവരൊരു കൃത്യതയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വളരെ ശോഭിക്കാൻ പറ്റും. ഇവരെ ഒരു തരത്തിലും ആർക്കും അങ്ങനെ പരാജയപ്പെടുത്തൽ എളുപ്പമല്ല. ഇവരുടെ ധനം ആയതെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ഇവർ പലപ്പോഴും ഒരു അധികമായിട്ട് ഇവരെ കയ്യിൽ വരും. പക്ഷെ വരുന്ന കാലയളവ് കുറേ താമസിച്ചിട്ടാണ് വരിക. കുറച്ച് കാലങ്ങളുടെ അവർ കുറച്ച് പ്രായമാവുന്ന സമയത്ത് വളരെ സേഫായിട്ട് അല്ലെങ്കിൽ കുറേ ധനമൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു പതിവാണ് കാണുക. ഇവരുടെ ഒരു ചെറുപ്പകാലം ഏതാണ്ടൊരു 20 വയസ്സിൻ്റെ മുകളിലായിട്ട് ഒരു 45 വയസ്സ് വരെയുള്ള കാലം വളരെ ദുരിതപൂർണ്ണമായിരിക്കും. കാരണം ഇവർക്ക് തീരെ വിശ്രമം ഉണ്ടാവില്ല. ഫുൾ ടൈം എന്തെങ്കിലും പരിപാടികളായിട്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതായത് ഒന്നിലധികം പ്രവൃത്തികൾ ഒരേ സമയത്ത് ചെയ്യുന്ന ഒരു പാദക്കാർ കൂടിയാണ് ഇവർ. അതായത് ഇവർ ഒരു ജോലി മാത്രമല്ല, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കവേ മറ്റൊരു കാര്യത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് പല പല വിഷയങ്ങളിൽ ഇവർ കയറി ഇടപെടും. അതേപോലെ ഇവരെ പല ആളുകളും എല്ലാ വിഷയങ്ങളിലേക്കും ഇവരെ കൂട്ടിച്ചേർക്കും. പിന്നെ ഇവർ കായികപരമായിട്ട് നല്ല ആരോഗ്യക്ഷമതയുള്ള ആളുകളായിരിക്കും. അതിൽ ഇവർക്ക് നല്ല ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ ഇവർ എന്തെങ്കിലും ഒരു പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ഒരു മത്സരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങിക്കാനുള്ള നല്ല ഐഡിയകൾ ഇവരുടെ ഉള്ളിലുണ്ടാവും. ഇവർ അതുപോലെ ഓരോരുത്തർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം, കോച്ചിങ്ങുകൾ ഇവർ കൃത്യമായിട്ട് നൽകാനുള്ള സാമർഥ്യം ഇവർക്കുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു സമർത്ഥമായ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിലും ഇവരുടെ അതിയായ ധനമോഹങ്ങൾ അല്ലെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഇവരെ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളിലും എത്തിക്കാറുണ്ട്. അതുകൊണ്ട് ഇവരൊരു ശാശ്വതമായ ഉയർച്ച മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇവർക്ക് പരാജയങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഈ പാദക്കാർ ഈ കൃത്യമായിട്ട് ഈശ്വര വിചാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഏറ്റവും അനുകൂലമാണ്. ഇത്തരം ഞാൻ പറഞ്ഞ 4 പാദങ്ങളുടെയും ഫലങ്ങൾ, ആ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രഹനിലയും അതുപോലെ തന്നെ നമ്മളുടെ സമയവും ഈ സമയത്തുണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. പക്ഷേ സാമാന്യമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ആർക്കെങ്കിലും അവരുടെ പാദം അറിയായികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.